ഹലോ ഗൈസ്, MT ഉപയോഗിക്കുന്നവർക്ക് മെയിനായിട്ട് വരുന്നൊരു കംപ്ലൈൻ്റാണ് റേഡിയേറ്റർ കംപ്ലൈൻറ്റ്. എന്തുകൊണ്ട് MT ഉപയോഗിക്കുന്നവർക്ക് ഈ ഒരു കംപ്ലൈൻറ്റ് വരുന്നത്? റേഡിയേറ്റർ വർക്ക് ചെയ്യാത്തൊരു പ്രോബ്ലം വരുന്നത് മിക്കവരും ഈ ഒരു സംഭവം കാരണം കൊണ്ട് റേഡിയേറ്റർ തന്നെ മാറ്റി കളയാണ്. അതിൻ്റെ ഒരു ആവശ്യമില്ല, റേഡിയേറ്റർ മാറ്റേണ്ട ഒരു ആവശ്യമില്ല. അതെന്താണ് ചെയ്യേണ്ടതെന്നുള്ളത് ഞാൻ വ്യക്തമായിട്ട് പറഞ്ഞുതരാം. അപ്പോൾ നമ്മുടെ വീഡിയോയിലേക്ക് പോകണ മുന്നേ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണണമെന്നുണ്ടെങ്കിൽ HelmetUs എന്ന് പറയുന്ന ചാനൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. അതുപോലെ തന്നെ തൊട്ടപ്പുറത്തുള്ള ബെൽ ബട്ടൺ കൂടി ഓളാക്കി ഇട്ടിട്ടുണ്ടെങ്കിൽ ഉണ്ടല്ലോ, നമ്മൾ ഡെയിലി 9 മണിക്ക് ഇടുന്ന വീഡിയോ നിങ്ങൾക്ക് കറക്റ്റായിട്ട് നോട്ടിഫിക്കേഷൻ കിട്ടും. നമ്മൾ ഈ വീഡിയോ അപ്ലോഡ് ചെയ്യണതിൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണ് ഏറ്റവും കൂടുതൽ കാണുന്നത്. അപ്പോൾ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ എനിക്ക് വലിയ ഉപകാരമായിരിക്കും. നമുക്ക് ആദ്യമായിട്ട് എന്തൊരു ചെയ്യണമെന്ന് വെച്ചാൽ ഈ ഒരു സ്ക്രൂ കണ്ട, ഈ ഒരു സ്ക്രൂ അഴിക്കണം. അതുപോലെ തന്നെ ഇതിൻ്റെ സൈഡിലുണ്ട്, ഇത് സ്ക്രൂ എന്ന് പറഞ്ഞൊരു ക്ലിപ്പ് ടൈപ്പ് സ്ക്രൂ ആണ്, അത് അഴിക്കണം. ഇത് രണ്ടാണ് അഴിക്കേണ്ടത്. അഴിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ കവറ് സൈഡിൽ കവർ ഊരാൻ കിട്ടും. അതുപോലെ സീറ്റ് മാറ്റുമ്പോൾ ഇവിടെ ഒരു സ്ക്രൂ കാണും, ആ സ്ക്രൂവും കൂടിയും അഴിച്ചെടുക്കേണ്ടതാണ്. എന്നാലാണ് ആ കവർ കറക്റ്റായിട്ട് നമുക്കിവിടെ പോരുള്ളൂ. ബാക്കിയൊക്കെ ക്ലിപ്പിലാണ് ഇരിക്കണം. അതൊക്കെ ഏതൊക്കെയാണെന്ന് ഞാൻ കാണിച്ചു തരാം. ഇതാണ് ഞാൻ പറഞ്ഞ ക്ലിപ്പ്. ഈ ക്ലിപ്പ് സീറ്റിൻ്റെ അവിടെ വരുന്ന ക്ലിപ്പാണ്. ഇത് നോക്കിയിട്ടൊക്കെ ഊരുക, പൊട്ടാണ്ട് നോക്കുക. അതുപോലെ ഇതിനുള്ളിലൊക്കെ ക്ലിപ്പുകൾ വരുന്നുണ്ട് കേട്ടോ. ക്ലിപ്പൊക്കെ കറക്റ്റായിട്ട് ഊരിയില്ലെങ്കിൽ സൈഡ് കവർ പൊട്ടിപ്പോരും. ഇതാണ് ഞാൻ പറഞ്ഞ ക്ലിപ്പിൻ്റെ അമൗണ്ട്. ഇതൊക്കെ കറക്റ്റായിട്ട് ഊരാൻ ശ്രമിക്കുക കേട്ടോ. കാരണം നമ്മുടെ കവർ അഴിച്ചെടുത്തു കേട്ടോ, സൈഡ് കവർ MT എഴുതിയിട്ടുള്ള സൈഡ് കവർ അഴിച്ചെടുത്തിട്ട് വരുമ്പോൾ ഇവിടെ ഒരു റിലേ കണ്ട, പച്ച റിലേ. ഈ സംഭവം പുറത്തേക്ക് ഇടുക. ഇത് റബ്ബർ ബുഷിൽ ടൈറ്റാക്കി വെച്ചിരിക്കുന്നത്, അത് വലിച്ച് പുറത്തേക്ക് എടുക്കണം കേട്ടോ. ജസ്റ്റ് ഇങ്ങനെ പ്രസ് ചെയ്ത് മേലേക്ക് ആക്കിയാൽ അപ്പോൾ അങ്ങനെ പോരും. കണ്ട സംഭവം പോന്നു, ഇത്രേ ഉള്ളൂ. എന്നിട്ട് ഈ പിന്ന് വിടിയിക്കുക. കണ്ട സംഭവം ഊരി പോകുന്നു, ഇത്രേ ഉള്ളൂ. ഈ ഒരു പച്ച റിലേ അത് പിന്നിൽ കണക്ട് ചെയ്ത് ചെയ്യുക. പിന്നിൽ നിന്ന് വിടിയിച്ച് കഴിഞ്ഞാൽ ഒരു പച്ച റിലേ കിട്ടും. ഈ സംഭവം എന്ന് പറയുന്നത് ഇതാണ് നമ്മുടെ റേഡിയേറ്ററിൻ്റെ ഫാൻ വർക്ക് ചെയ്യാനായിട്ടുള്ള കൺട്രോൾ കൊടുക്കുന്നത്. അതായത് ഹീറ്റ് ആകുമ്പോൾ റേഡിയേറ്ററിൻ്റെ ഹീറ്റ് കുറയ്ക്കാനായിട്ട് ഫാനിലേക്ക് കൺട്രോൾ കൊടുക്കുന്നത് ഈ ഒരു റിലേയാണ്. ഇതെന്ന് പറയണത് 90 രൂപയുള്ള ഈ ഒരു സാധനത്തിന്. ഷോറൂമിൽ പോയി ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു സാധനം റേഡിയേറ്ററിൻ്റെ ഫാൻ്റെ റിലേ എന്ന് ചോദിച്ച് മേടിക്കണം കേട്ടോ. ഫാൻ്റെ റിലേ ഗ്രീൻ റിലേ എന്ന് ചോദിച്ച് മേടിച്ചിട്ട് ഈ ഒരു സാധനം നിങ്ങളൊന്ന് മാറ്റിയിട്ട് നോക്ക്. ഇതുപോലെ നിങ്ങൾ മാറ്റിയിട്ട് നോക്ക്. കണ്ടാ ഈ ഒരു സംഭവം ഇതിലേക്ക് കണക്ട് ചെയ്ത് കൊടുത്താൽ മതി. ഇത് മാറ്റിയിട്ടിട്ട് റേഡിയേറ്റർ ഒരിക്കലും വർക്ക് ചെയ്യാണ്ടിരിക്കില്ല. ഇതിനാണ് റേഡിയേറ്റർ കംപ്ലൈൻറ്റ് വരുന്നത്. റേഡിയേറ്ററിൻ്റെ കൂളിങ് അതിൻ്റെ ഉള്ളിൽ നടക്കുന്നുണ്ട്. നമ്മുടെ കൂളൻ്റ് അതിൽ കൂടെ പാസ് ചെയ്യുന്നുണ്ട്. പക്ഷേ റേഡിയേറ്ററിൻ്റെ ഫാൻ വർക്ക് ചെയ്യാത്തത് ഈ ഒരു കാരണം കൊണ്ട് മാത്രമാണ്. ഈ ഒരു സംഭവം ഒന്ന് ചേഞ്ച് ചെയ്തിട്ട് നോക്ക് കേട്ടോ. ചാവി ഓൺ ചെയ്ത് വെച്ചിട്ട് ഈ ഒരു റിലേ ചേഞ്ച് ചെയ്യാൻ നിൽക്കരുത് കേട്ടോ. ചാവി ഓൺ ചെയ്ത് വെച്ചിട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ മീറ്ററിൽ വരുന്ന എൻജിൻ വാണിങ്ങിൻ്റെ ഇൻഡിക്കേഷൻ കത്തിക്കൊണ്ട് കിടക്കും. പിന്നെ അത് ഷോറൂമിലൊക്കെ കൊണ്ടുപോയിട്ട് സിസ്റ്റമൊക്കെ കണക്ട് ചെയ്താൽ അത് റിമൂവ് ആക്കാൻ പറ്റുള്ളൂ. അപ്പോൾ മിക്കവരും വർക്ക് ചെയ്യുമ്പോൾ അതിൻ്റെ ചാവി ഓഫ് ചെയ്തിട്ട് വർക്ക് ചെയ്യാൻ ശ്രമിക്കുക. ഇതുപോലെ എല്ലാവരും ചെയ്ത് നോക്കുക. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ HelmetUs എന്ന് പറയുന്ന ചാനൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. അതുപോലെ തൊട്ടപ്പുറത്തുള്ള ബെൽ ബട്ടണും ഓളാക്കിയിട്ടുണ്ടെങ്കിൽ നമ്മളിടുന്ന വീഡിയോ ഡെയിലി നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ അടുത്തൊരു കിഡിലും വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.